ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കുക കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുത്തതിന് ശേഷം അതേ സെയിം ബൗളിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുത്തിട്ട് നമ്മൾ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഒറിഗാനോ, 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ്, 2 പിടി മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ബ്രെഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഡോ ഒക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡോ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഫില്ലിങ് ആകുന്ന വിധത്തിൽ ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതൊരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. ചുരുങ്ങിയത് ഒരു 10-20 മിനിറ്റ് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 20 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒറിഗാനോ ചില്ലി ഫ്ലെക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്തൊന്ന് ഇട്ടെടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിനു ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മയോണൈസും അതുപോലെ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സോസും കൂടി റെഡിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.